നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രയേലും ഹമാസും മറ്റു രാജ്യങ്ങളും തമ്മിൽ മധ്യപൂർവ്വദേശത്തുണ്ടാക്കിയ സമാധാന കരാറിനെ അഭിനന്ദിച്ച് ലോക നേതാക്കളൊക്കെ രംഗത്ത് വരികയാണ്. 20 ബന്ദികളെ ജീവനോടെയും മൃതദേഹങ്ങളായി 4 മൃതദേഹങ്ങളുമൊക്കെയാണ് ഹമാസ് കൈമാറിയിട്ടുള്ളത്. അവശേഷിച്ച ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറാത്ത ഹമാസ് നടപടി കരാർ ലംഘനമെന്ന് ഇസ്രയേൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. അവസാന ഹമാസിനെയും ഇല്ലാതാക്കും വരെ ഗാസയിൽ യുദ്ധം തുടരുമെന്ന് പ്രഖ്യാപിച്ച നെതന്യാഹു, പക്ഷേ ആ നെതന്യാഹുവിനെ ഞെട്ടിച്ചുകൊണ്ട് 7000 ഹമാസുകൾ തലപൊക്കിയിരിക്കുകയാണ്. ഇനി എന്തായിരിക്കും ഗാസയിൽ ഈ ഹമാസുകൾ ചെയ്തു കൂട്ടാൻ പോകുന്നത്? ഭരണം അവർ തന്നെ അടക്കി പിടിക്കുന്ന ഒരു കാഴ്ചയായിരിക്കും. എങ്ങനെയായിരിക്കും ഇതിനെ ഒന്ന് വിലയിരുത്തുന്നത്? സമാധാനത്തിന്റെ തൂവള്ള പ്രാവുകൾ ഗാസയിൽ പറന്നുയർന്നു എന്ന് പ്രതീക്ഷിക്കുന്ന നമ്മളൊക്കെ മണ്ടന്മാരാക്കിക്കൊണ്ട് ട്രംപ് നടത്തിയ ഒരു നാടകം എന്നേ ഇതിന് പറയാൻ പറ്റും. എന്തെന്ന് ചോദിച്ചാൽ നിരവധി കാര്യങ്ങളാണ്, നിരവധി നാടകീയമായ രംഗങ്ങളാണ് നമുക്കൊരു പക്ഷേ കാണാൻ സാധിച്ചത്. ആദ്യമൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു ട്രംപ് ചെയ്തത് എന്തുകൊണ്ടും യോഗ്യതയുള്ള നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണെന്ന്. പക്ഷെ പിന്നീടാണ് അതിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോഴാണ് ഓരോ കാര്യങ്ങളും വിശകലനം ചെയ്യുമ്പോഴാണ് അറിയാൻ പറ്റുന്നത് പല ട്രംപിന്റെ പദ്ധതികളും നടപ്പിലാക്കാനുള്ള വെറും പൊള്ളയായ നാടകം തന്നെയാണെന്ന്. ഒന്നാലോചിച്ച് നോക്കുക. അതിൽ ഒരു ആശ്വാസം എന്നുള്ളതെന്ന് പറയുന്ന 20 ബന്ദികളെ ഹമാസ് വിട്ടയച്ചു എന്നുള്ളതാണ്. അവരുടെ ആ ഒരു വരവ് ശരിക്കും ഹൃദയം തകർക്കുന്ന ഒരു വരവ് തന്നെയാണ്. നമ്മളൊക്കെ മാധ്യമങ്ങളിലൂടെ കണ്ട് ചേർത്ത് പിടിക്കുന്ന ബന്ധുക്കൾ, കരയുന്ന വിതുമ്പുന്ന അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ, ഇതൊക്കെ 2 വർഷക്കാലം എവിടെയെന്നറിയാണ്ട് ഏതോ ഒരു ഗുഹയിൽ അടയ്ക്കപ്പെട്ട് അവരുടെ ചില ആത്മകഥകൾ കേൾക്കുമ്പോൾ നമ്മൾ തന്നെ ഞെട്ടിക്കുന്നതാണ്. മണിക്കൂറുകളോ മിനിറ്റുകളോ ദിവസങ്ങളോ അറിയാത്ത അവരുടെ ജീവിതം, 2 വർഷത്തെ ജീവിതം ഒരുപക്ഷെ നമുക്കൊന്നും ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ്. അതിലൊരു വ്യക്തി പറഞ്ഞത് ഏതോ ഒരു ഗുഹയിലായിരുന്നു. അതിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് ശാരീരിക പീഡനം മാത്രമല്ല മാനസിക പീഡനം. ഇടയ്ക്കെപ്പോഴോ പറഞ്ഞു ഇസ്രായേലിനെ ഞങ്ങൾ പിടിച്ചെടുത്തു എന്ന്. ശരിക്കും ഹൃദയം തകർന്നുപോയി എന്നുള്ളത്. എന്നെങ്കിലും ഒരിക്കൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണാം എന്ന് കരുതുന്നിടത്താണ് ഇസ്രായേലിനെ പിടിച്ചെടുത്തു എന്ന് ഹമാസ് ഒരു ബന്ദിയോട് പറയുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന വേദന അതൊരു മാനസിക പീഡനം കൂടിയാണ്. വേണ്ടുന്ന ഭക്ഷണം കഴിക്കാതെ അങ്ങനെ നിരവധി ഒരു പറയുന്ന ഒരു വല്ലാത്ത ഘട്ടത്തിലൂടെ കടന്നു വന്ന ആ ബന്ദികൾ ഒരുപക്ഷെ ഒരു പോരാളികൾ എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. തീയിൽ നിന്ന് വന്ന പോരാളികൾ തന്നെയാണവർ. ഏതായാലും പ്രിയപ്പെട്ടവരോട് ചേർന്നു, അത് വലിയൊരു ആശ്വാസം. പക്ഷേ 4 മൃതദേഹങ്ങളെ ഇപ്പോൾ വിട്ടുകൊടുത്തിട്ടുള്ളൂ. ബാക്കി അവർക്ക് തന്നെ അറിയില്ലായിരിക്കാം, ചിഹ്നമായി പോയിരിക്കാം. പക്ഷേ ഇവിടെ 1968 പലസ്തീൻ ബന്ദികളെ തിരിച്ച് ഇസ്രായേൽ വിട്ടുകൊടുത്ത് അതിൽ കുറച്ചു പേരെ നാട് കടത്തുന്ന രീതിയിലേക്ക് പോകുമ്പോഴും ലോകം ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുകയാണ്. അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ട് നെതന്യാഹു ഈ ഒരു കരാർ ഒപ്പിടാൻ വന്നില്ല എന്നുള്ളത്. അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള നിമിഷങ്ങളിലാണ് നെതന്യാഹു വരുന്നില്ല എന്നുള്ള അറിയിപ്പ് കിട്ടുന്നത്. അവിടെ എന്തായിരിക്കും സംഭവിച്ചിരിക്കുന്നത്? നമുക്കറിയാം, ഇതിനിടയിൽ ട്രംപ് ഒരു മാധ്യമത്തിനോട് പറഞ്ഞൊരു റിപ്പോർട്ടിങ്, ഒരുപക്ഷെ അത് അധികം ആരും ചർച്ച ചെയ്യാത്തതും എന്നാൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്നതുമായിട്ടുള്ള ഒരു റിപ്പോർട്ടിങ്. അതിൽ ട്രംപ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഹമാസിനെ തൽക്കാലത്തേക്ക് സുരക്ഷാ സെക്യൂരിറ്റിയായി നിയമിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ലോകം ഞെട്ടുന്ന ഒരു വാർത്തയാണത്. എന്തുകൊണ്ട് ട്രംപ് ആ ഒരു തീരുമാനത്തിൽ എത്തി? ട്രംപിൻ്റെ മകനാണ് ഹമാസിൻ്റെ പ്രതിനിധികളുമായിട്ട് നേതാക്കന്മാരുമായിട്ട് ചർച്ചകൾ ചെയ്ത് നിലവിലുള്ള 3000 എന്ന് നമ്മളൊക്കെ കരുതിയിരുന്നിടത്തുനിന്ന് 7000 പോലെ കൂണ് പൊട്ടുന്നത് പോലെ പുറത്തിറങ്ങിയ ഏതൊക്കെയോ ഗുഹകളിൽ നിന്ന് ഒരുപക്ഷെ ഇസ്രായേൽ മൊസാദിനൊന്നും കണ്ടുപിടിക്കാത്തക്ക രീതിയിലുള്ള ഗുഹകളിൽ നിന്ന് പുറത്തിറങ്ങിയ 7000 തീവ്രവാദികളെ, ഹമാസ് പോരാളികളെ നമ്മൾ കണ്ടു. ഈ 7000 പേരെ ഇനി ഗാസയിലെ സുരക്ഷാ വിഭാഗത്തിലേക്ക് സുരക്ഷാ സെക്യൂരിറ്റി ആയിട്ട് നിയോഗിക്കുമ്പോൾ വീണ്ടും ട്രംപ് കാണിക്കുന്നത് ഇസ്രായേലിനോട് മാത്രമല്ല, അറബ് രാജ്യങ്ങളോട് മാത്രമല്ല, യഥാർത്ഥത്തിൽ പലസ്തീൻ ജനതയോട് കാണിക്കുന്ന ചതിവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം പലസ്തീൻ ഇന്നലെ തന്നെ ഹമാസ് ഭീകരവാദികൾ ഒരു ആഭ്യന്തര കലഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള ഗോത്രവർഗ്ഗക്കാരുമായിട്ട് കലഹമുണ്ടാക്കുന്നു. 10-17ഓളം പേരെ വധിക്കുന്നു. യുവാക്കളെ നിർത്തി കുനിച്ചു നിർത്തിയിട്ട് വെടിവെച്ച് വീഴ്ത്തുന്ന രംഗം. എന്തിനെന്ന് ചോദിച്ചപ്പോൾ ഇസ്രായേൽ സേനയെ പിന്തുണച്ചതിൻ്റെ കുരുതിയാണ് എന്നുള്ളത് ഹമാസ് പറയുന്നു. ഇത്തരത്തിൽ ഇസ്രായേൽ സേനയെ സഹായിച്ചിട്ടുള്ള എല്ലാ പലസ്തീൻ ജനതയും അല്ലെങ്കിൽ എല്ലാ ഗാസ നിവാസികളെയും കൊന്നെടുക്കുക എന്നുള്ളത് അവരുടെ ആദ്യത്തെ ടാർഗറ്റാണ്. ഇത് കണ്ട് മിണ്ടാണ്ട് ഇരിക്കുകയാണ് നെതന്യാഹു. അറബ് രാജ്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ
ട്രംപിൻ്റെ ഒരു സപ്പോർട്ടോടു കൂടി അവർ നടത്തിയ ഒരു നാടകമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഒരുപക്ഷെ അതിൽ ട്രംപിൻ്റെ ഒരു സ്വകാര്യത കൂടി കാണും. അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം എന്ന ഒരു ആർത്തി അതായിരിക്കാം. പക്ഷേ ഇനി സംഭവിക്കാനിരിക്കുന്നത് ഒരുപക്ഷെ ഇതുവരെ കണ്ടതിലും അധികം ഭീകരമായിട്ടുള്ള അവസ്ഥകളായിരിക്കും, പ്രത്യേകിച്ച് ഗാസയിലുള്ളവർക്ക്. എത്രയോ നാളുകളായിട്ട് തങ്ങളുടെ വീടുകളിലേക്ക് തങ്ങൾ ജനിച്ചു വളർന്ന നാട്ടിലേക്ക് ഒന്ന് തിരിച്ചെത്തണമെന്ന് ആഗ്രഹിച്ച് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന അവരെ കാത്തിരിക്കുന്നത് തീവ്രവാദികളുടെ ഒരു വലിയ കൂട്ടം തന്നെയാണ്. 7000 പേർ അവിടെ വിന്യസിക്കുമ്പോൾ സുരക്ഷാ സെക്യൂരിറ്റി, കാരണം ഇനി വരുന്നവർ, അതായത് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നവർ നേരിടുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. അതാണ് ട്രംപ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഹമാസിനെ വിനിയോഗിച്ചതെന്ന്. എന്തെന്നാൽ ഭക്ഷണത്തിനുള്ള പ്രശ്നങ്ങൾ, ജീവിത നിലവാരത്തിനുള്ള അസൗകര്യങ്ങൾ, വസ്ത്രം, ഇതിനൊക്കെ വേണ്ടിയിട്ട് അവർ മത്സരിച്ച് തമ്മിൽ പോരാടുന്ന ദൃശ്യങ്ങൾ ഒരുപക്ഷെ നമ്മൾ ലോകം കണ്ടെന്നിരിക്കും. ഇതുവരെ ഒരാൾ വീഴുമ്പോൾ ആരെന്നും അറിയാത്ത ജനം ഒരുമിച്ച് നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങൾ യുദ്ധത്തിനിടയിൽ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ഇനി സ്വന്തം ജനങ്ങളെ പരസ്പരം കുത്തുന്ന രംഗങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. കാരണം പട്ടിണി എന്ന് പറയുന്നത്, ദാരിദ്ര്യം എന്ന് പറയുന്നത് മനുഷ്യന് ഏറ്റവും വലുതൊന്നാണ്. നമ്മൾ കാലാപാനി എന്ന സിനിമ കണ്ടിട്ടില്ലേ? അതിൽ മനുഷ്യന്റെ രക്തം കുടിക്കത്തക്ക രീതിയിൽ ആക്കിയിട്ടുണ്ടെങ്കിൽ ദാരിദ്ര്യം, പട്ടിണി, വിശപ്പ് എന്ന് പറയുന്നത് അത് അസഹനീയമാണ്. അപ്പം അത്തരത്തിലേക്ക് ഗാസ വന്നുകൊണ്ടിരിക്കണേ. കുറേ നാളൊക്കെ ഒരുപക്ഷെ പുറത്തു നിന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അത്തരത്തിൽ വരുമ്പോൾ അവരുടെ ഒരു ആഭ്യന്തര കലഹമുണ്ടാകും. മാത്രമല്ല പണമുള്ളവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാനുള്ള ഒരു പ്രവണതയുണ്ടാകും. കള്ള ഇതെല്ലാം അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിരവധി മോഷണ ശ്രമങ്ങളുണ്ടാവും. ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ പുറത്തുനിന്ന് വരുന്ന സേനയെക്കാളും ഹമാസിനെ അവിടെ നിർത്തുവാണെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടി ഹമാസിൻ്റെ കൈകളിലുള്ള ഭരണത്തിൽ തന്നെ ഗാസ നിവാസികളെ സംരക്ഷിക്കട്ടെ എന്നുള്ള ട്രംപിൻ്റെ ഈ ഒരു കരുതൽ മനോഭാവം എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള ഈ ഒരു കാര്യം ഗാസയെ ഇനി എത്തരത്തിലാക്കുമെന്നുള്ളത് കണ്ടറിയാം. ഒരുപക്ഷെ ഇപ്പോൾ യുദ്ധത്തിൻ്റെ തീയിലാണെന്നുണ്ടെങ്കിൽ ഇനി വരാനിരിക്കുന്ന ആഭ്യന്തര കലഹത്തിൻ്റെ വലിയൊരു കാട്ടുതീ തന്നെയായിരിക്കും. അപ്പം അത്തരത്തിൽ ഗാസ ഇനി പോകുമ്പോൾ എത്രമാത്രം പുറത്തു നിന്നുള്ള രാജ്യങ്ങൾക്ക്, ശക്തികൾക്ക് ഇവരെ സഹായിക്കാൻ, ഇവരുടെ ഒരു പുനരുദ്ധാരണം ഉൾപ്പെടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പുതിയൊരു ഗാസ സൃഷ്ടിക്കൽ ഉൾപ്പെടെ നടത്താൻ സാധിക്കുമോ എന്നുള്ളത് അതിവിദൂരമായിട്ട് തന്നെ നിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇനി അത് കാണാനിരിക്കുന്ന കുറേയേറെ കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഇതിൽ എന്തുകൊണ്ടാണ് ട്രംപ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു ചതിവ് പലസ്തീൻ ജനതയോട് കാണിച്ചത്? അറബ് രാജ്യങ്ങൾ സ്വാഭാവികം, ട്രംപ് പറയുന്നതിൻ്റെ അപ്പുറത്തോട്ടില്ല. ഇതിലെല്ലാം മിണ്ടാതിരിക്കുന്ന നെതന്യാഹു ഒരുപക്ഷെ നമ്മുടെ നരേന്ദ്രമോദിയെ പോലും വിളിച്ചിട്ടും പോകാതിരിക്കുന്നത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കാരണമായിരിക്കാം. അദ്ദേഹത്തിൻ്റെ കീർത്തിവർദ്ധൻ സിംഗ് എന്ന വിദേശകാര്യ സഹമന്ത്രിയാണ് വിട്ടിരിക്കുന്നത്, ജയശങ്കറിനെ പോലും വിട്ടില്ല. കാരണം ഒരുപക്ഷെ നമ്മുടെ രാജ്യവും ആഗ്രഹിക്കുന്ന തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യണം എന്നുള്ള ഒറ്റ കരാറിലാണ്. ഇസ്രയേലുമായിട്ട് ഇത്രയും അടുത്തൊരു ബന്ധമുണ്ട് നമ്മുടെ പ്രധാനമന്ത്രിക്ക്. ഇത് നടക്കുന്നത് ഒരു കോപ്രായമാണ്, നാടകമാണ് എന്ന് ഒരുപക്ഷെ അറിഞ്ഞുകൊണ്ടായിരിക്കും പുതിൻ വന്നില്ല. പുതിന് ഒരുപക്ഷെ വരാൻ സാധിക്കില്ല, കാരണം പുറത്ത് കിട്ടിയാൽ തുറങ്കിലടിക്കാനുള്ള ഒരു സമൻസോളവും ഉണ്ട്. പക്ഷെ അതിനപ്പുറം ഈ നരേന്ദ്രമോദി അങ്ങനെ കുറച്ച് ആൾക്കാർ വന്നില്ല എന്നുള്ളത്. നെതന്യാഹു ഇതിൽ ഒന്നും മിണ്ടാതെ മൗനമായിട്ട് നിൽക്കുന്നു. ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദികളുടെ കൈകളിലേക്ക് ഗാസ ഇനിയും പഴയതുപോലെ തന്നെ ചെന്നെത്തുന്നു, പഴയ ഗാസയാകുന്നു. ഇതിൽ ഇപ്പോൾ തന്നെ ഗോത്രവർഗ്ഗക്കാരുമായിട്ട് വലിയ രീതിയിലുള്ള ആക്രമണം, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ഇത് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഹമാസ് പറഞ്ഞിരിക്കുന്ന സായുധമായിട്ട്, അതായത് ആയുധമേന്തി ആര് നിന്നാലും അവരെ ഞങ്ങൾ കൊന്നിരിക്കും എന്നുള്ളതാണ്. അതായത് ഇവർക്കെതിരെ ആര് പോരാടുന്നോ അവരെ ഞങ്ങൾ കൊന്നിരിക്കും. ഈ ഹമാസിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ അവരിൽ നിന്ന് ആയുധം ആദ്യം സ്വന്തമാക്കുക എന്നുള്ളതാണ്. ഇതിൽ ഹമാസിന് ഏറ്റവും അധികം വിരോധമായിട്ടുള്ള അവിടുത്തെ സമ്പത്തുള്ളവരാണ്. കാരണം ഹമാസ് തങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ ഇടയാകുന്നു. അതുകൊണ്ട് ഇസ്രായേൽ സേന പോകരുതേ എന്ന് ആശിച്ച കുറേ ആൾക്കാരോടുണ്ട്. പക്ഷെ അവർക്കൊക്കെ നേരെ ഇനിയിപ്പോൾ ഹമാസ് ചെല്ലും. ഇത് എന്തുദ്ദേശിച്ചാണ് ട്രംപ് ഇത്തരത്തിൽ ചെയ്തതെന്നുള്ള അറിയില്ല. പക്ഷേ ഹമാസ് ഗാസയുടെ പിടി മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പിടി മുറുക്കിയാൽ ഇനി മറ്റൊരു രാജ്യത്തിനും ഗാസയെ രക്ഷിക്കാൻ പറ്റത്തില്ല. അവിടെയാണ് വീണ്ടും ഇസ്രായേലിൻ്റെ പ്രാധാന്യം വരുന്നത്. അവിടെ പക്ഷേ ഇസ്രായേൽ തിരിച്ചടിക്കില്ല. കാരണം ഇത്രത്തോളം നെതന്യാഹു അനുഭവിച്ചു. 50 രാജ്യങ്ങളോളം നമ്മൾ കണ്ടതാണ് UN-ൽ വെറുത്ത് ഇറങ്ങിപ്പോകുന്ന ഒരു രംഗം, നെതന്യാഹുവിനെ ലോകരാജ്യങ്ങൾ ഒറ്റപ്പെടുത്തുന്ന രംഗം. ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ പിരിമുറുക്കം വന്നിട്ടുള്ള ഒരു നേതാവ് ആരെന്ന് ചോദിച്ചാൽ, മന്ത്രി ആരെന്ന് ചോദിച്ചാൽ നെതന്യാഹു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം സ്വരാജ്യത്തിൽ നിന്നുള്ള പിരിമുറുക്കങ്ങൾ.
കാരണം അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ഇതിനിടയിൽ സ്വന്തം രാജ്യത്തിൽ നിന്നും കുത്തലുകൾ, ഇപ്പോൾ ഈ ഒരു കരാർ ഒപ്പിടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുത്തലുകളുണ്ട്. ഹമാസിനെ നിലം പരിശാക്കണമെന്നാണ് മറ്റൊരു വിഭാഗം പറയുന്നത്. ഈ യുദ്ധം നിർത്തരുത് എന്ന് പറയുന്നുണ്ട്. കാരണം അതൊരു ചെറു രാജ്യമാണ്. ഇസ്രായേലിനെ സ്വന്തം രാജ്യത്തിൻ്റെ നിലനിൽപ്പ് നോക്കിയേ പറ്റൂ. ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഇസ്രായേൽ ചെയ്തതൊന്നും തെറ്റായിട്ടും തോന്നില്ല. പക്ഷെ അവിടെ വെന്ത് വീണത് പാവപ്പെട്ട കുഞ്ഞുങ്ങളും സ്ത്രീകളുമാണ്. അവിടെയാണ് നമുക്കൊക്കെ ഒരു വേദന ഉണ്ടാകുന്നത്. പക്ഷേ ഇനി ഹമാസ് തന്നെ ഹമാസിൻ്റെ ചോര ചീന്തുമ്പോൾ ഈ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ ലോകരാജ്യങ്ങൾ ആരെ കുറ്റപ്പെടുത്തും? അവിടെ ഒരു പക്ഷേ ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ട് പറഞ്ഞേക്കാം, ഇനിയും നിങ്ങൾ ഒന്ന് തുടങ്ങൂ, ഹമാസിനെ ഉന്മൂലനം ചെയ്യൂ എന്നുള്ളത്. ഇപ്പോൾ നെതന്യാഹു മിണ്ടാതിരിക്കുന്നു. ഹമാസ് ഇനി വീണ്ടും പഴയതുപോലെ ഉണരുന്നു. ഏതെങ്കിലും ഒരു തരത്തിലൊരു പ്രകോപനം ഉണ്ടായാൽ ഒരു പക്ഷേ ഇസ്രായേൽ ഇനി മുഴുവനായും നിലംപരിശാക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ ഇസ്രായേൽ സേനയെ പിൻവലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹമാസ് ഗാസ മുൻപ് മുഴുവനും പിടിച്ചടക്കണം എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുന്നു. ഇവിടെ ട്രംപ് പലസ്തീൻ ജനതയോട് കാണിച്ച ചതിവെന്നുള്ളത് ഇപ്പോൾ മണിക്കൂറുകൾ കഴിയുന്തോറും മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഭീതിജനകമായിട്ടുള്ള കാര്യമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഗാസയിലെ അത്യാവശ്യത്തിന് ഭക്ഷണവും കാര്യങ്ങളും ഈ പറയുന്ന അവർക്ക് വേണ്ടുന്ന സംഗതികളെല്ലാം എത്തുന്നുണ്ട്. ഒരുപക്ഷെ ഹമാസ് ഇത് എത്ര നാൾ ഒരു ഭാഗത്ത് നിന്ന് ഹമാസ് പറയുന്ന ആരും അകത്തേക്ക് വരണ്ട എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്ത തരിശു മരുഭൂമിയായിട്ട് ഗാസ മാറും എന്നുള്ളത് ഉറപ്പാണ്. അനുഭവിക്കുന്നത് സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ്. ഇസ്രായേൽ സേന പിൻവാങ്ങുന്നിടത്ത് ഹമാസിൻ്റെ ഒരു വല്ലാത്ത അധികാരം ഭാവമായിരിക്കും. അവർക്ക് വേണ്ടുന്ന വരും തലമുറകളായിട്ടുള്ള തീവ്രവാദികളെയാണ്. എത്ര പേര് ഇവരുടെ അടിമകളായിട്ടുണ്ട് എന്നുള്ളത് പോലും നമുക്കറിയില്ല. അപ്പം ഇത്തരത്തിൽ ഇനി ഒരുപക്ഷെ ഈജിപ്തും ഇതിന് മൗനമായിട്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഈജിപ്ത് ആഗ്രഹിച്ചത് ഈ യുദ്ധമൊന്നും നടത്തണമെന്ന്. കാരണം ഏറ്റവും കൂടുതൽ കുടിയേറ്റക്കാർ അങ്ങോട്ടേക്ക് പോകാനാണ് സാധ്യത. ഈജിപ്തിനോട് വല്ലാത്ത പക ഹമാസിനുമുണ്ട്. കാരണം ഈജിപ്റ്റ് ഈ ഒരു യുദ്ധത്തിന് ഒരു സപ്പോർട്ടിംഗ് ഒന്നും കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് ഹമാസ് ഏത് തരത്തിൽ ഈജിപ്തിനെ നോണ്ടും. ഹമാസ് എന്ന് പറയുന്നത് ഖത്തറിനും ഈജിപ്തിനും ഇസ്രായേലിനും ഒക്കെ ഒരുപോലെ തന്നെ ഭീഷണിയാണ്. അതുകൊണ്ടായിരിക്കും അറബ് രാജ്യങ്ങൾ ഈ ഒരു ഒപ്പിട്ടത്. ഒരു പക്ഷേ ട്രംപും ചിന്തിച്ചിരിക്കാം, ഇനി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മൊത്തത്തിൽ ഇവരെ മുച്ചൂട് തകർക്കാം എന്നുള്ളത്. ഗാസ എന്നൊരു സ്വപ്നത്തിൽ ഒരു പക്ഷേ ട്രംപിന് മറ്റെന്തെങ്കിലും കച്ചവട തന്ത്രങ്ങളോ കച്ചവട ബുദ്ധികളോ ഒക്കെ കാണാനും സാധ്യതയുണ്ട്. ഗാസയുടെ ചില ഭാഗങ്ങൾ ഒരുപക്ഷെ ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ടൂറിസ്റ്റ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളാണ്. ഇത് പലപ്പോഴും പല രാജ്യങ്ങളുടെ മേലും ട്രംപ് കാണിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഇനി ഗാസ എന്നൊരു പദ്ധതി ഏത് തരത്തിലാണ് എന്നുള്ളത് നമുക്കറിയില്ല. ഏതായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരും. ഇതിപ്പോൾ ആദ്യത്തെ ഘട്ടത്തിലെ ഉള്ള ബന്ദി മോചനം മാത്രമാണ് നടന്നിരിക്കുന്നത്. രണ്ടാം ഘട്ടം ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങണം എന്ന് പറഞ്ഞെടുത്താണ് ആയുധം ട്രംപ് ഇപ്പോൾ ഹമാസിന് കൊടുത്തിരിക്കുന്നത്. ആയുധം ഏന്തി ഹമാസ് തൽക്കാലം ഗാസ നോക്കട്ടെ എന്നുള്ള ഒരു ഘട്ടം. ഇത് 20 ഇന പദ്ധതികൾ വെള്ളത്തിലായ ഒരവസ്ഥ തന്നെയാണ്.